ചോദ്യങ്ങളാണ്. ഇനി ഞാൻ മിഷൻ ഫീൽഡിൽ നേരിട്ടതായ ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നൽകി ഈ സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്പം നീണ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ചുരുക്കമായ മറുപടികളാണ് അതിനകത്തൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഈ കേൾക്കുന്നത് അതുപോലെ ആകണം, മിഷൻ ഫീൽഡിൽ നിന്ന് കേൾക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഞാൻ കേട്ടതായ ചോദ്യങ്ങളും അതാത് സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഉത്തരങ്ങളുമാണ്. അതില് ഒന്ന് നിരീശ്വരവാദികളിൽ നിന്നും ഞാൻ കേട്ടതായ ചില ചോദ്യങ്ങളും അവയ്ക്ക് കർത്താവ് നൽകിയ മറുപടികളും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന അടുത്ത കാര്യം. നിരീശ്വരവാദികൾ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാം. എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്നുള്ള ആ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് എനിക്ക് അവരോട് പറയാൻ കഴിഞ്ഞത്, ക്ഷമിക്കണം സാർ, അത് നിങ്ങളുടെ അറിവില്ലായ്മയാണ് എന്നുള്ളതാണ്. ദൈവം ഇല്ല, ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചതാ എന്ന് എന്നോട് പറഞ്ഞ സമയമുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ പ്രേരണ കിട്ടിയ ഒരു ഉത്തരം ഇതായിരുന്നു: വായു, കാറ്റ്, കരണ്ട് എന്നിവ കാണാനില്ല, പക്ഷെ ഉണ്ട് എന്നുള്ളത് നാം അനുഭവത്തിലൂടെ അറിയുന്നു. കഴിഞ്ഞ ദിവസം ട്രേസയും സിസ്റ്റർ സൂസനും ഒക്കെ പറഞ്ഞ ആ സാക്ഷ്യങ്ങളിൽ അത് എടുത്ത് നമ്മൾ കേൾപ്പാൻ ഇടയായി തീർന്ന മറ്റൊരു തലമാണ്. അതുപോലെ ദൈവം ജീവിക്കുന്നു എന്നതിന് തെളിവാണ് നാം ഓരോരുത്തരും എന്നുള്ള കാര്യം പറയുവാൻ ഇടയായി തീർന്നു. കാണാത്തത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരിക്കൽ അങ്ങനെയുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ അവരോട് പറയാനിടയായി തീർന്നു, തെറ്റിദ്ധരിക്കരുത്, കാണാത്ത ഒന്നും വിശ്വസിക്കത്തില്ല. ഇല്ല, വിശ്വസിക്കത്തില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ആന്തരിക അവയവങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചിരിച്ചു. അപ്പോൾ നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല. ഇല്ലാത്തതിന്റെ പേര് എങ്ങനെയാണ് വരുന്നത്? ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ലാത്തതിന്റെ പേര് എങ്ങനെയാണ് വന്നത്? ഉത്തരമില്ലായിരുന്നവർക്ക്. മറ്റൊന്ന് ഞാൻ നേരിട്ട ചോദ്യം, സകലത്തിന്റെ സൃഷ്ടാവ് ദൈവമല്ലേ, അപ്പോൾ പാപവും ദൈവമല്ലേ ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം കേൾപ്പാനിടയായി തീർന്നു. അതിന് മറുപടി നൽകാൻ ദൈവം എന്നെ സഹായിച്ചത്, പാപം ഒരു പ്രവൃത്തിയാണ്, അതൊരു സൃഷ്ടിയല്ല. മറ്റൊരു ചോദ്യം ഞാൻ ഫേസ് ചെയ്തത്, അഞ്ചാമത്തെ കാര്യം, സാത്താനെ ദൈവമല്ലേ ഉണ്ടാക്കിയത്, അപ്പോൾ അവനിൽ ഉണ്ടായ നിഗളവും ദൈവമല്ലേ ഉണ്ടാക്കിയത്? ഉത്തരം, നിഗളം ഒരു ചിന്തയാണ്, അതൊരിക്കലും സൃഷ്ടിയല്ല. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചതാണ്, നിങ്ങൾ ദൈവമാണോ? നമ്മൾ ദൈവമല്ല, എന്നാൽ നമ്മൾ ദൈവമുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച സമയങ്ങളിൽ കർത്താവ് ജീവിതത്തിൽ വരുത്തിയ മാറ്റവും അനുഭവവും ഒക്കെ അതിശയോക്തി ഒന്നുമില്ലാതെ ചുരുക്കമായിട്ട് നമ്മൾ പറയുമ്പോൾ, കർത്താവ് വരുത്തിയ മാറ്റമാണെങ്കിൽ അതിലേതെങ്കിലും ഒരു വാക്ക് നല്ല മനസ്സോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ ശ്രദ്ധിക്കാനും അതിലൂടെ ദൈവത്തിന് അവരെ സ്പർശിക്കാനും കഴിയും. മറ്റൊരു ചോദ്യം, എനിക്ക് ദൈവത്തെ ആവശ്യമില്ല എന്ന് പറയുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് എന്താണ് ഇത്ര നിർബന്ധം ഞാൻ യേശുവിനെ അറിയണമെന്ന്? അതിന് മറുപടി നൽകിയത്, അത്രമാത്രം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരാൾ ചോദിച്ചത്, ഇതൊക്കെ നിങ്ങളുടെ അടവല്ലേ എന്ന്. ഒരിക്കലുമല്ല, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങളാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? സ്തോത്രം. ഒരാൾ ഒരിക്കൽ ചോദിച്ച, സ്വർഗം മുകളിലാണോ താഴെയാണോ? ഉത്തരം നമ്മൾ നൽകേണ്ടത് ബൈബിൾ വെളിച്ചത്തിലാണ്. ബൈബിൾ വെളിച്ചത്തിൽ അത് മുകളിലാണ്. കാരണം യേശു സ്വർഗാരോഹണം ചെയ്തത് മുകളിലോട്ടാണ്. സ്തോത്രം. മറ്റൊരു ചോദ്യം, ദൈവത്തിൽ വിശ്വസിക്കാത്ത എത്രയോ പേർ ലോകത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് സ്വർഗമുണ്ടെങ്കിൽ അവർക്ക് കിട്ടും എന്നുള്ള ഒരു ചോദ്യം ഒരു യുക്തിവാദി എന്നോട് ഒരിക്കൽ ചോദിപ്പാനിടയായി. അതിന് ഉത്തരം നൽകിയത്, അവരുടെ ജീവിതം സൂര്യനെ പോലെയാണ്. സൂര്യൻ ഗുണം ചെയ്യുമ്പോൾ തന്നെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആകാശവും ഭൂമിയും മാറിപ്പോവും, കർത്താവായ യേശുവിന്റെ വചനങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല. അതുപോലെയാണ് യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോകുന്നില്ല എന്നുള്ളത്. അതുപോലെ മറ്റൊരു യുക്തിവാദി എന്നോട് ചോദിച്ച ചോദ്യമാണ്, മരിച്ചവർ ഉയർക്കും എന്ന് പറയുന്നത് മഹാവിഡ്ഢിത്തമല്ലേ? മണ്ണിലായി കത്തിക്കരിഞ്ഞ മനുഷ്യ ശരീരം ഇനി തിരികെ വരുമോ? സ്തോത്രം. നല്ലൊരു ചോദ്യമാണ്. മരിച്ചവർ ഉയർക്കും എന്നുള്ളത് പറയുന്നത് മഹാവിഡ്ഢിത്തമല്ലേ? നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും സ്നേഹിച്ച ലാസറിന്റെ കുടുംബം, ലാസർ മരിച്ചുപോയി. ആ ദേശത്ത് സദൂക്യരായ ആളുകൾ, അവർക്ക്
പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ലാസറിന്റെ ഉയർപ്പോടുകൂടിയാണ് അതിലവർക്ക് വിശ്വാസമുണ്ടായത്. അപ്പോൾ മരിച്ചവർ ഉയർക്കുമെന്ന് പറയുന്ന മഹാവിഡ്ഢിത്തമല്ലേ? മണ്ണിലായ മനുഷ്യൻ എങ്ങനെ തിരികെ വരും? ഉത്തരം, ശരീരം മണ്ണോട് ചേർന്നാലും പദാർത്ഥങ്ങൾക്ക് മാറ്റം വരുന്നില്ല. മാത്രമല്ല, മണ്ണിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചവന് അമർത്യ ശരീരം നൽകാൻ ശക്തിയുണ്ട്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നമുക്കറിയാം, അല്പം ഇരുമ്പിന്റെ പൊടി കൊണ്ടുവന്ന് കടൽ തീരത്തുള്ള മണലിൽ വിതറിയാൽ ഒരു കാന്തിക വലയം അതിലൂടെ കടന്നുപോയാൽ പെട്ടെന്ന് അതിൽ കയറി ആകർഷിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടമായ ദൈവം ഏത് കോണിൽ മനുഷ്യരായിരുന്നാലും, സ്തോത്രം, ഇവിടെ കയറി വരുവീൻ എന്നുള്ള ഇമ്പശബ്ദം കേൾക്കുമ്പോൾ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വന്ന് സ്വർഗീയ ശരീരം പ്രാപിപ്പാൻ ഇടയായിത്തീരും. അപ്പോ മാത്രമല്ല, അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾക്ക് തക്ക സമയത്ത് കർത്താവിന്റെ ആത്മാവ് മറുപടി തരും എന്നുള്ള കാര്യം നിങ്ങൾ തൊട്ടു മുമ്പേ കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഉള്ളം വളരെ നുറുക്കത്തോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. മാത്രമല്ല, നമ്മളെ എവിടെ കൊണ്ട് നിർത്തിയാലും തക്ക സമയത്ത് നമുക്കത് അതിനുള്ള ജ്ഞാനം ദൈവം നൽകുമെന്ന് ലൂക്കോസ് 12 11-12 വാക്യങ്ങളിൽ, ലൂക്കോസ് 12-11-12 വാക്യങ്ങളിലും ലൂക്കോസ് 21-14-15 വാക്യങ്ങളിൽ നിന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അവൻ സംസാരിച്ച ആത്മാവോട് ജ്ഞാനത്തോട് നിലനിൽപ്പാൻ കഴിഞ്ഞില്ല എന്ന് അപ്പോസ്തലപ്രവൃത്തി 6:10 കാണാൻ കഴിഞ്ഞു. ഇനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചില മുട്ടാത്തർക്കങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉണ്ട്. ചില ആളുകൾ പറയാറുള്ള കാര്യമാണ്, പാസ്റ്റർ വിഷമിക്കണ്ട, സാറ് വിഷമിക്കണ്ട, ദൈവദാസൻ വിഷമിക്കണ്ട, സഹോദരി വിഷമിക്കണ്ട, എനിക്കും കള്ളനെ പോലെ ഒരു അവസരം കിട്ടുമെന്ന് നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞു. അതിനെന്താ ഉത്തരം നൽകിയെന്ന് അറിയാമോ? അപ്പോൾ നിങ്ങൾ കാൽവറിയിൽ കയറേണ്ടി വരും. ചില പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ കാൽവറി കയറിക്കോളാം. പക്ഷേ യേശു ഇനി അവിടെ കയറാൻ വരില്ലല്ലോ. ക്രിസ്ത്യാനിയായ എന്നോട് നിങ്ങൾ എന്തിനാണ് സുവിശേഷം പറയുന്നത്? ജാതികളോട് പോയി പറ എന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, യഹൂദന്മാരല്ലാത്തവരെല്ലാം ജാതികളാണ്. ഈ ലോകത്തിൽ 3 കൂട്ടം ആളുകളാണുള്ളത്. 1 യഹൂദൻ, 2 ജാതികൾ, 3 ദൈവത്തിന്റെ സഭ. അപ്പൊ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. അപ്പൊ ഇതിൽ നിങ്ങൾ ഏതിലാണ് ഉൾപ്പെടുന്നത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവില്ല. ചില പറയും, പെന്തക്കോസ്ത് കേരളത്തിൽ ഉണ്ടായിട്ട് 100 കൊല്ലമല്ലേ ആയിട്ടുള്ളത്. കത്തോലിക്ക സഭ ഉണ്ടായത് നേരത്തെയാണ്. അപ്പോൾ കേരളത്തിലുള്ള ആളുകളോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ 1498 ആദ്യത്തെ കത്തോലിക്കനായ വാസ്കോ ഡി ഗാമ ഇന്ത്യയിലെത്തിയത്. എന്നാൽ പെന്തക്കോസ്തുകാരനായ തോമസ് ലീഹ 1-ാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ എത്തി എന്നുള്ള കാര്യവും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അപ്പൊ നമ്മള് ഈ സംവാദത്തിന് പോകാതിരിക്കുന്നത് നല്ലത്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ എപ്പോഴും കേൾവിക്കാരനെ വളരെ റെസ്പെക്ട് ചെയ്ത് മാത്രമേ നമ്മൾ സംസാരിക്കാവൂ എന്നുള്ള കാര്യം കൂടെ ഞാൻ വിശേഷാൽ നിങ്ങളെ ഓർപ്പിക്കുക. 1498 ആദ്യത്തെ കത്തോലിക്കനായ വാസ്കോ ഡി ഗാമ ഇന്ത്യയിലെത്തിയത്. എന്നാൽ പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ച തോമസ് ലീഹ 1-ാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിലെത്തി എന്നുള്ള കാര്യം കൂടെ ഉണ്ട്. മറ്റൊരു ചോദ്യം ചിലർ പറയാറുണ്ട്, എത്ര പേര് പെന്തക്കോസ്ത് പ്രാപിക്കണം, ആ അനുഭവം പ്രാപിക്കണം? ഉത്തരം, എല്ലാവരും എന്നുള്ളതാണ്. പെന്തക്കോസ്ത് നാളിൽ യേശുവിന്റെ അമ്മയും സ്ലീഹന്മാരും പ്രാപിച്ച അനുഭവം ഇന്നും മിക്കപേരും പ്രാപിച്ചിട്ടില്ല. അത് പ്രാപിക്കുന്നവരാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനി. അപ്പൊ നമുക്ക് ചോദിക്കാം, അപ്പച്ചൻ ഈ അനുഭവം പ്രാപിച്ചിട്ടുണ്ടോ? അമ്മച്ചി ഈ അനുഭവം പ്രാപിച്ചിട്ടുണ്ടോ? എൻ്റെ സഹോദരി, നീ ഇത് പ്രാപിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞത്, പെന്തിക്കോസ്തുകാരെല്ലാം കള്ളന്മാരാണ്. ഒരുപക്ഷെ നിങ്ങളും അത് കേൾക്കാറുണ്ടാവും. അപ്പൊ നമ്മൾ അവരോട് പറയണം, ക്ഷമിക്കണം, കർത്താവ് തെരഞ്ഞെടുത്തതിൽ ഒരുത്തൻ കള്ളനായിരുന്നു, എല്ലാവരും അല്ല. യൂദായെ പോലുള്ളവർ കണ്ടേക്കാം, എന്നാൽ എല്ലാവരും യൂദന്മാരല്ല. അന്ന് 12-ൽ 1 ഇന്ന് ശതമാനം ഒരുപക്ഷെ ഒത്തിരി കൂടുതൽ കാണുമായിരിക്കും കേട്ടോ. ചിലർ പറയാറുണ്ട്, നിങ്ങൾ ആളിനെ പിടിക്കാൻ നടക്കുകയാണോ? ഉത്തരം എന്താ പറയുന്നത്? അല്ല എന്നാണോ പറയുന്നത്? അതെ,
ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. കാരണം കർത്താവ് പറഞ്ഞിട്ട് ഒരിക്കൽ എന്നോട് മലബാറിൽ വെച്ചാണ് ഒരപ്പച്ചൻ്റെ വീട്ടിൽ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോഴേ ഇറങ്ങി വന്ന് കലിതുള്ളി എന്നോട് പറഞ്ഞു, ആളിനെ പിടിക്കാൻ ഇറങ്ങി നടക്കുക അല്ലേ. അപ്പൊ 3-4 സഹോദരന്മാർ കൂടെ ഉണ്ട്, കൂട്ടുപ്രവർത്തകർ. എല്ലാവരും ആകപ്പാടെ വല്ലാതെയായി. ഈ അപ്പച്ചന്റെ ചോദ്യം ഞെട്ടിക്കുന്ന ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, അതേ അപ്പച്ച, ആളിനെ പിടിക്കാൻ തന്നെ ഇറങ്ങി. ഈശോ പറഞ്ഞ വാക്യം അപ്പച്ചൻ വായിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന്. അപ്പൊ പെട്ടെന്ന് അപ്പച്ചൻ തണുത്തിട്ട് പറഞ്ഞു, എന്നാ കയറി വാ. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക, അവിടെ കെട്ടിയിരിക്കുന്ന കഴുതി നിങ്ങൾ കാണും. അതിനെ അടിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് പറയേണ്ടത് കർത്താവിനെതിരെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ, ഉടനെ അവരത് വിട്ടയക്കും. അപ്പൊ നാം ആളുകളിൽ നിന്ന് കേൾക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഊഹാഭോഗത്തിൽ അബദ്ധമായ പരിജ്ഞാനക്കുറവിൽ നമ്മൾ പറയുന്ന വാക്കുകളല്ല അവിടെ ദൈവപ്രവൃത്തി കൊണ്ടുവരുന്നത്. മസ്റ്റ് ബി സേ ദ വേർഡ് ബട്ട് ജീസസ്. യേശു പറഞ്ഞ വാക്ക് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ബിബ്ലിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള വചനങ്ങൾ മാത്രം, കർത്താവ് പറഞ്ഞ ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള വാക്കുകൾ തന്നെ നിങ്ങൾ ഉപയോഗിച്ചാൽ അവിടെ ദൈവ മഹത്വം കാണുവാനായിട്ട് ഇടയായി. ചിലർ കേട്ടിട്ടുണ്ട്, പണിയില്ലാതെ ഇറങ്ങി നടക്കുന്ന കൂട്ടമാ നിങ്ങളൊക്കെ. നമുക്ക് ഉത്തരം പറയാനുള്ളത്, വയറിനും വസ്ത്രത്തിനും ഇറങ്ങിയവരൊക്കെ ഉണ്ട്, എന്നാൽ ഞങ്ങൾ വന്നത് അതിനല്ല. ചിലർ ചോദിക്കാറുണ്ട്, ബൈബിൾ അനുസരിച്ച് ആർക്ക് ജീവിക്കാൻ പറ്റും? സ്തോത്രം. ഉത്തരം, കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടവർക്ക് സാധിക്കും. പത്രോസ് പോലും ചോദിച്ചു, കർത്താവ് ഇത് എങ്ങനെ സാധിക്കും? കർത്താവ് പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലം സാധ്യം. അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും? ഇന്നത്തെ ചോദ്യമല്ല, അന്നത്തെ ചോദ്യമാണ്. കർത്താവ് പറഞ്ഞത്, മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. ചില ചോദിക്കാറുണ്ട്, മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ, റൈറ്റ് ഇറ്റ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം, ഒരു പാപിയിൽ യേശു വരുത്തുന്ന സമ്പൂർണമായ മാറ്റമാണ് മാനസാന്തരം. ഒരു വ്യക്തിയിൽ യേശു വരുത്തുന്ന സമ്പൂർണമായ മാറ്റമാണ് മാനസാന്തരം. ചില ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് വീണ്ടും ജനനം? ഉത്തരം, ഒരുവൻ ക്രിസ്തുവിൽ ജനിക്കുന്നതാണ് വീണ്ടും ജനനം. ഒരുവൻ ക്രിസ്തുവിൽ ജനിക്കുന്നത്. അതെങ്ങനെയാണ്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ലേഖനത്തിൽ വായിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിൽ ജനിക്കുന്നതാണ് വീണ്ടും ജനനം. ചില പറയും, എനിക്ക് സുവിശേഷം കേൾക്കണം. അപ്പൊ നമുക്ക് പറയാനുള്ളത്, അപ്പോൾ യേശുവിനെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലേ? ചില പറയും, ഇപ്പോൾ സമയമില്ല, പിന്നെ വരാൻ പറയും. സ്തോത്രം. അപ്പോൾ നമുക്ക് നിയോഗം പരിശുദ്ധാത്മാവ് നൽകുന്നെങ്കിൽ പറയാം, കർത്താവിന്റെ സമയം ഇപ്പോഴാണ്. വൈകുന്തോറും വിലപ്പെട്ട സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകുകയാണ്. ചിലർ പറയും, ഞാൻ നല്ല തിരക്കിലാണ്. സ്തോത്രം. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സമയം അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. സ്തോത്രം. ചിലർ പറയും, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും. അങ്ങനെ ഉറപ്പുള്ള ആളുകൾ പറയാറുണ്ട്. ഒരിക്കൽ ഒരു സാധുവായ സുവിശേഷകൻ ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടിൽ സുവിശേഷം പങ്കുവെക്കാൻ പോയപ്പോൾ അഡ്വക്കേറ്റ് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുപദേശി, ഈ പണ്ഡിതന്മാരായ ഞങ്ങളോടൊക്കെയാണോ ഈ സുവിശേഷം പറയാനായിട്ട് കടന്നു വരുന്നത്? അദ്ദേഹത്തെ കൈക്ക് പിടിച്ച് അകത്ത് കൊണ്ടുപോയിട്ട് ലൈബ്രറി എല്ലാം കാണിച്ചു. ചില പറയാറുണ്ട്, ഞാൻ എൻസൈക്ലോപീഡിയയിലാ വാക്ക് ചെയ്യുന്നതെന്ന് ചില ആളുകൾ സ്വയം പറയാറുണ്ട്, സഹോദരങ്ങളെ. അപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പൊന്നു സാറേ, ഇവിടുത്തെ പുസ്തകം വായിച്ചാൽ ഇവിടൊക്കെ ജീവിക്കാം. അപ്പൊ പറഞ്ഞു, ഞാൻ അഡ്വക്കേറ്റ് ആണെന്ന് അറിയത്തില്ല. ഓ, വക്കീൽ അദ്ദേഹമാണല്ലേ. അപ്പൊ പറഞ്ഞു, സാർ ഇതെല്ലാം വെച്ച് ഈ കോടതിയിലെ വാദിക്കാൻ പറ്റും, സ്വർഗത്തിലെ കോടതിയിൽ വാദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാറിന് പോകണമെന്നുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടേ പറ്റും.
അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഉപദേശി എന്നെ കുറിച്ച് ഒന്നും വിഷമിക്കും, ഞാൻ സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമായിട്ട് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ന്യായമായി എനിക്ക് സ്വർഗം കിട്ടും. അപ്പോൾ ആ സുവിശേഷകൻ പറഞ്ഞത് മനുഷ്യന്റെ നീതിപ്രവൃത്തികളെല്ലാം, ബാക്കി പറഞ്ഞാട്ടെ, കറപുരണ്ട തുണി പോലെയാണ്. അപ്പോൾ സുവിശേഷം എത്ര പറഞ്ഞിട്ടും അദ്ദേഹം കളിയാക്കി അവഗണിച്ച് വിടുന്ന ഒരു പ്രവണതയായി അപ്പച്ചൻ അങ്ങ് സുവിശേഷം പറച്ചിൽ നിർത്തി അപ്പച്ചൻ കടന്നുപോയി. പോകുമ്പോൾ പറഞ്ഞു, ഇവിടുത്തെ നിയമമല്ല സാറേ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് വിടുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്, കിട്ടിയില്ലെങ്കിൽ വാദിച്ചു കയറിക്കോളും. ഈ പതിപോലെ വക്കീല് ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരു ശീലമുണ്ട്. ഉറങ്ങി മയങ്ങാൻ കിടന്ന ആൾ ഉറങ്ങി. പെട്ടെന്ന് താൻ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. താനെ സ്വപ്നം കണ്ട ഇതാണ്: പെട്ടെന്ന് മരിച്ച് താനെ സ്വർഗത്തിൽ ചെല്ലുന്നു. കവാടത്തിന്റെ വാതിക്കൽ എത്തിയപ്പോൾ ഊരിപ്പിടിച്ച വാളുമായി ഒരു ദൂതൻ വന്നു പേര് ചോദിക്കുന്നു. സ്വർഗത്തിൽ കയറാൻ വന്നേ. അപ്പൊ ജീവന്റെ പുസ്തകം വരട്ടെ എന്ന് പറഞ്ഞ് ജീവന്റെ പുസ്തകം ഒരു ദൂതൻ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ തന്റെ പേരെഴുതാനുള്ള സ്ഥലമുണ്ട്, പേരില്ല. അയൽവാസിയായ രക്ഷിക്കപ്പെട്ട ആളിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് അഡ്വക്കേറ്റിന് ഓർമ്മ വന്നത്, ഇവിടുത്തെ നിയമമൊന്നുമല്ല അവിടുത്തെ. അപ്പൊ തനിക്ക് വാദിക്കണം എന്നുള്ള ആവേശമായി. ചില ആളുകൾ വാദിക്കാൻ വേണ്ടി മാത്രം ബൈബിൾ പഠിക്കും, തർക്കിക്കാൻ വേണ്ടി മാത്രം പഠിക്കും. ഒരു ശക്തനായ ഒരു സുവിശേഷൻ കേരളത്തിലുണ്ടായിരുന്ന, അദ്ദേഹം മരിച്ചുപോയി, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി. യാദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം അസാധാരണമായ അറിവിന്റെ ഉടമയായിരുന്നു. അദ്ദേഹം അസാധാരണമായ ഏത് യുക്തിവാദികളോടും ഏത് മതത്തിൽപ്പെട്ടവരുടെ നടുവിലും താനെ വാദിച്ച് ക്രിസ്തുവിനെ സ്ഥാപിക്കുമായിരുന്നു. കാരണം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പരസ്യയോഗം നടത്തിയ ഒരു ധീരനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒറ്റയ്ക്കാണ് താൻ പോയത്. അദ്ദേഹം യേശു ക്രിസ്തു ദൈവമല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി 3 പ്രാവശ്യം ബൈബിൾ വായിച്ചു. ആ വായനയിലൂടെ സത്യം മനസ്സിലാക്കുകയും ആയിരക്കണക്കിന് ആളുകളെ രക്ഷയിലേക്ക് നയിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ വക്കീൽ ഇങ്ങനെ വാദിക്കാനായിട്ട് ദൂതനോട് ചോദിച്ചു, പത്രോസ് ഇവിടെ ഉണ്ടോ? പത്രോസ്, എനിക്ക് കാണണം. പത്രോസിനെ കണ്ട ഉടനെ ചോദിച്ചു, നീ അല്ലയോ യേശുവിനെ തള്ളിപ്പറഞ്ഞു? അതെ, നീ ആ യേശുവിനെ, ഞാൻ ആ യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ ദൂതനോട് പറഞ്ഞു, ഞാൻ യേശുവിനെ ഇതുവരെയും തള്ളിപ്പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ന്യായമായി സ്വർഗം വേണം. അപ്പോൾ ദൂതൻ പറഞ്ഞു, അതിന് ഇന്ന് വരെയും നീ യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞു, തോമസ് ഇവിടെ ഉണ്ടോ? തോമസ് ഉണ്ട്. തോമസ് വരട്ടെ. നീ അല്ലയോ യേശുവിനെ അവിശ്വസിച്ചത്? അതെ, ഞാൻ ഇന്നുവരെയും യേശുവിനെ അവിശ്വസിച്ചിട്ടില്ല എന്ന് വക്കീല് പറയുമ്പോൾ ദൂതൻ പറഞ്ഞു, ഞാൻ ഇന്നുവരെയും നീ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ വാദങ്ങളെല്ലാം പൊളിഞ്ഞപ്പോൾ ഇനിയും കയറണമെന്നുണ്ടെങ്കിൽ താൻ പഠിച്ച അഭ്യാസമേ ഉള്ളൂ. അപ്പൊ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള പുള്ളി ദൂതനുമായിട്ട് മൽപ്പിടുത്തം നടന്നെന്നാണ് അതിൽ വായിച്ചത്. ഒടുവിൽ ദൂതൻ പിടിച്ചൊരു തെളിവ് കൊടുത്തപ്പോൾ ആള് കട്ടിലിൽ നിന്ന് താഴെ വീണു. സ്വപ്നത്തിലല്ലേ. അപ്പോൾ തനിക്ക് ബോധം വന്നു. സാധുവായ സുവിശേഷൻ പറഞ്ഞതിൻ്റെ രക്ഷയുടെ ആവശ്യകത തനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ പലരുടെയും മുമ്പിൽ നമ്മൾ ആകുമ്പോൾ എന്തു പറയണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഉത്കണ്ഠപ്പെടേണ്ട കാര്യം ഇല്ല. ചില ആളുകൾ പറയുന്നത്, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച എനിക്ക് സ്വർഗം കിട്ടും. അപ്പോൾ നാം പറയേണ്ടത് എന്താണ്? ഞങ്ങളും അത് വിശ്വസിച്ചിരുന്നു, എന്നാൽ ക്രിസ്തുവിൽ ജനിച്ചാൽ മാത്രമേ സ്വർഗം കിട്ടൂ എന്ന് കർത്താവ് പഠിപ്പിച്ചു. ചിലർ ചോദിക്കാറുണ്ട്, സ്നാനത്തിന് നിങ്ങൾ ഇത്രമാത്രം കടുംപിടുത്തം കാണിക്കുന്നത് എന്തിനാണ്? നമുക്ക് പറയാനുള്ള ഉത്തരം, ആ കാര്യത്തിൽ നമ്മേക്കാൾ കൂടുതൽ തിടുക്കം കാണിക്കുന്നത് ഇതര ക്രൈസ്തവ സമൂഹമാണ്. കാരണം സ്വയം സ്വീകരിക്കേണ്ട സ്നാനം, വിശ്വസിച്ച് മാത്രം സ്വീകരിക്കേണ്ട സ്നാനം, ആ സ്ഥാനത്ത് അറിവുള്ള വ്യക്തി ഏറ്റുപറഞ്ഞ് അറിവില്ലാത്ത കുഞ്ഞിനാണ് മാമോദിസ നൽകുന്നത്. അപ്പൊ മറ്റൊരു ചോദ്യമുണ്ട്, സ്നാനത്തിന് ഏറ്റുപറഞ്ഞ വ്യക്തി തന്നെ തലതൊട്ടപ്പൻ നിന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനും ഏറ്റുപറഞ്ഞാൽ പോരെ? അപ്പൊ അത് പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് അതിനോട് കുറച്ചുകൂടെ മറുപടി നൽകാൻ വിശദീകരണം വേണ്ടി വന്നാൽ നമുക്ക് പറയണം, അതെ, വിശ്വസിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നതാണ് സ്നാനം. വിശ്വസിക്കാത്തവർക്ക് കൊടുക്കാനായിട്ട് ദൈവത്തിന്റെ കൽപ്പന ഇല്ല എന്നുള്ള കാര്യം. സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്. ശിശുസ്നാനം തെറ്റെന്നോ ബൈബിളില്ലെന്നോ ആര് പറഞ്ഞു?
എൻസൈക്ലോപീഡിയ, കത്തോലിക്ക എൻസൈക്ലോപീഡിയയിൽ ശിശുസ്നാനം തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ എടുത്തുദ്ധരിച്ച് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസ പ്രമാണമായ ഹൂദയ കാനൂനിൽ അത് വിശ്വസിച്ചതിന് ശേഷം, വചനം പഠിച്ചതിന് ശേഷം ഒഴുക്കുള്ള വെള്ളത്തിലോ ആറ്റിലോ കുളത്തിലോ കൊണ്ടുപോയി പട്ടക്കാരൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുങ്ങുവീൻ എന്ന് പറഞ്ഞ് പട്ടക്കാരൻ മുക്കണം എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച എബ്രഹാം മൽപ്പാനച്ചനാണ് ആ ഹൂദയ കാനൂൻ എഴുതി. അതുപോലെ തിരുസഭ ചരിത്ര സംക്ഷേപത്തിൽ ശിശുസ്നാനത്തിന് സ്പഷ്ടമായ വാക്യങ്ങളിലാന്ന് എഴുതിയിട്ടുണ്ട്. ഫാദർ എം ബി ജോർജ് അച്ഛൻ എഴുതിയ പുസ്തകത്തിൽ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പുസ്തകത്തിൽ ശിശുസ്നാനം തെറ്റാണെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം തെളിവുകൾ നമുക്ക് ഇതര പുസ്തകങ്ങളിലും ഉണ്ട്. ചില ആളുകൾ പറയാറുണ്ട് എല്ലാവരെയും നരകത്തിൽ ഇടാൻ ദൈവം ക്രൂരനല്ല എന്ന്. പക്ഷേ അവരോട് നമ്മൾ പറയേണ്ടത്, നിങ്ങളുടെ ആത്മരക്ഷയ്ക്കായി ഒടുവിലത്തെ രക്തം വരെയും ചിന്തിയ കർത്താവിനെ നിങ്ങൾക്ക് അംഗീകരിപ്പാൻ വയ്യാത്തത് കർത്താവിനോട് കാണിക്കുന്ന അതിനേക്കാൾ വലിയ ക്രൂരതയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ വയസ്സായി, ഇനി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ള ഉത്തരം, വാർദ്ധക്യത്തിലും ആത്മീയമായി ഫലം കായ്പാൻ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. അബ്രഹാമിന് 75 വയസ്സും മോശയ്ക്ക് കാലേബിന് 80 വയസ്സും ഒക്കെ ആയ സമയത്താണ് ദൈവം അവരെ വിളിച്ചത്. മാത്രമല്ല ഹന്നായിക്ക് ഏകദേശം പുതിയ നിയമത്തിൽ ഹന്നായിക്ക് 110 പരം വയസ്സുണ്ട്. അപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ ഏറ്റെടുക്കുന്നതിന് പ്രായം ഒരിക്കലും ഒരു തടസ്സം അല്ല. ചിലർ ചോദിക്കാറുണ്ട്, പെന്തിക്കോസിൽ വരാത്തവർ സ്വർഗത്തിൽ പോകത്തില്ലയോ? പെന്തിക്കോസ് എന്ന് പറയുന്നത് ഒരനുഭവമാണ്. അത് കർത്താവാണ് ഉണ്ടാക്കിയത്. അവന്റെ അരികിലെത്തുന്ന എല്ലാവരും ആ അനുഭവം ഉള്ളവരായിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. മറിയയും സ്ലീഹന്മാരും ഒക്കെ അത് പ്രാപിച്ചവരായിരുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ അവരെ ഓർപ്പിക്കണം. ചില ആളുകൾ പറയാറുണ്ട്, നിനക്കൊക്കെ നാണമില്ലാത്തവരാണ് എന്ന്. സ്തോത്രം. എന്നാൽ നമുക്ക് പറയാനുള്ള ഉത്തരം, ഞങ്ങൾക്ക് നാണമുണ്ട്, പക്ഷെ സുവിശേഷത്തെക്കുറിച്ച് നമുക്കൊരിക്കലും ലജ്ജയില്ല എന്ന് പറയാൻ ഇടയായി തീരട്ടെ. ചിലർ ചോദിക്കാറുണ്ട്, യേശു എന്ന് വരും? ചോദ്യം. നിങ്ങൾ 2000 വർഷമായി ഇത് പറയുകയില്ലയോ? ഇതുവരെ വന്നില്ലല്ലോ. യേശു എന്ന് വരും? ഉത്തരം അവർക്ക്, സ്തോത്രം, നമുക്ക് പറയാനുള്ളത്, രാജ്യത്തിന്റെ സുവിശേഷം, the gospel of the kingdom will be preached in the whole world, then the end will come. ഈ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്നാണ്. സ്തോത്രം. ചിലർ പറയുന്നു, വെളിപ്പാട് നിന്നു, അത് ശരിയാണോ എന്ന്. ഉത്തരം, അവർക്ക് നിന്ന് കാണും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉള്ളയിടത്ത് എന്നും അത് കാണും. മറ്റു ചില ആളുകളുടെ ചോദ്യം, യേശുവിന്റെ അമ്മ നിത്യ കന്യകയല്ലേ? അതിനുത്തരം, യോസഫും ആയി കുടുംബജീവിതം തുടങ്ങുന്നതിന് മുമ്പ് വരെ യേശുവിന്റെ അമ്മ കന്യകയായിരുന്നു എന്നുള്ളതാണ്. മറ്റു ചില ചോദിക്കാറുണ്ട്, യേശുവിന്റെ അമ്മയ്ക്ക് വേറെ മക്കളില്ല? അവരോട് നമ്മൾ പറയേണ്ടത്, മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 1 മുതൽ വായിച്ചാൽ, പ്രത്യേകാൽ POC ബൈബിളിൽ അത് വായിച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് കുറെ കൂടെ വ്യക്തമായി കാണാം. മാർക്ക് ചാപ്റ്റർ 6 നമ്മൾ വായിക്കുമ്പോൾ അതുപോലെ യെസ്, നമ്മള് മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം 53 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അതുപോലെ മർക്കോസ് 6-ന്റെ 1 മുതൽ 3 വരെ, ലൂക്കോസ് 4-ന്റെ 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലൂടെ കുറിച്ച് വെച്ചോണം. മത്തായി 13-ാം അധ്യായം 53 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 6-ന്റെ 1 മുതൽ 3 വരെ, ലൂക്കോസ് 4-ന്റെ 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയെല്ലാം നിങ്ങൾ ആ വാക്യഭാഗങ്ങൾ നോട്ട് ചെയ്താലും മതിയാകും. നമുക്ക് സമയം മുന്നോട്ട് പോയത് കൊണ്ട് ഞാൻ കടന്നു പോകട്ടെ. സ്തോത്രം. അടുത്തത്, യേശുവിന്റെ അമ്മയായ മറിയെ നിങ്ങൾ എന്തിനാണ് തള്ളുന്നത് എന്നൊരു ചോദ്യം മറിയഭക്തിയിൽ ആശ്രയിക്കുന്ന ആളുകൾ പറയാറുണ്ട്. അതിനുള്ള ഉത്തരം, ഞങ്ങൾ യേശുവിന്റെ അമ്മയായ മറിയെ അവഗണിക്കുന്നവരല്ല. അമ്മ പറഞ്ഞത് അനുസരിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്കും ഈ അനുഭവം പ്രാപിപ്പാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ പറയണം. അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ 2-5 ഒന്ന് വായിച്ചാട്ടെ. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 5 എന്താണ് എഴുതിയിരിക്കുന്നത്? അമ്മ പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്നാണ്. അപ്പോൾ യേശു കൽപ്പിച്ചതാണ് മാനസാന്തരം, യേശു കൽപ്പിച്ചതാണ് സ്നാനം, യേശു കൽപ്പിച്ചതാണ് പരിശുദ്ധാത്മാവ്, യേശു കൽപ്പിച്ചതാണ് സുവിശേഷം പങ്കുവയ്ക്കൽ. ഇതെല്ലാം യേശു കൽപ്പിച്ചതാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക്
ഈ അനുഭവം പ്രാപിപ്പാൻ കഴിഞ്ഞത് എന്ന് സൗമ്യതയുടെ ആത്മാവിൽ നമ്മൾ പറയണം. ചിലർ ചോദിക്കും, ഇതൊക്കെ ആരാ കേൾക്കുന്നേ? അപ്പോൾ ഉത്തരം, നിത്യജീവനായി ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം നമുക്ക് ചിലരുടെ വിശദീകരിച്ച് പറയേണ്ടി വന്നാൽ ഇങ്ങനെ പറയാം: മനുഷ്യർ സത്യവചനത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും എന്ന് എഴുതിയിരിക്കുന്ന വചനത്തിന്റെ നിവൃത്തിയൂടെയാണ് അഭിഷേകവും അന്യഭാഷയും നിന്നുപോയി എന്ന് പറയുന്നവരോട് എന്ത് പറയണം? യെസ്, അവരോട് പറയേണ്ടത്, അതെ, അഭിഷേകം അന്യഭാഷ നിന്നുപോയവർക്കാണ് നിന്നുപോയിട്ടുള്ളത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത്, ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷ പറഞ്ഞു തുടങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. മുടങ്ങി എന്ന് നമ്മൾ കാണുന്നില്ല. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ശമരിയിൽ പത്രോസ് വന്ന് കരം വെച്ചപ്പോൾ അവരെല്ലാവരും അഭിഷേകം പ്രാപിക്കുകയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കൊർന്നലിയോസിന്റെ ഭവനത്തിൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതായി കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിൽ പൗലോസ് എഫെസോസിലുള്ള ചില ആളുകളെ വിളിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പരിശുദ്ധാത്മ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഞാൻ അവരുടെ മേൽ കരം വെച്ചു, പ്രാർത്ഥിച്ചു, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലും നമ്മളത് കൃത്യമായി കാണുന്നു. ഓക്കെ, പ്രൈസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് സത്യവചനത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അടുത്തത് മദ്യപാനികളുടെ ചോദ്യങ്ങളാണ്. മദ്യപാനികളായ ആളുകളോട് സുവിശേഷം പങ്കുവെക്കുമ്പോൾ അവർ പറയും, കാനാവിലെ കല്യാണത്തിന് യേശു കൊടുത്തത് മദ്യമല്ലേ, അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. കുടിക്കാൻ വേണ്ടി അവർ കണ്ടെത്തുന്ന മുടന്തൻ ന്യായങ്ങൾ നമ്മൾ കേട്ട് പകച്ചു നിൽക്കേണ്ട. അപ്പൊ നമ്മൾ അവരുടെ പ്രായത്തെ മനസ്സിലാക്കി ബഹുമാനത്തോടെ സംസാരിക്കണം. മുന്തിരിച്ചാറ് മദ്യമല്ല. പള്ളികളിൽ മദ്യത്തിൽ മുക്കിയല്ലല്ലോ വൈദികർ അപ്പം കൊടുക്കുന്നത്, വീഞ്ഞിൽ മുക്കിയാണ്. അപ്പം മദ്യവും വീഞ്ഞുമാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഇച്ചിരൂടെ വിശദീകരണം വേണ്ടി വന്നാൽ, തേങ്ങാവെള്ളം ഒരാഴ്ച കഴിഞ്ഞാൽ അത് കള്ളാകും, 2 ആഴ്ച കഴിഞ്ഞാൽ വിനാഗിരിയാണ്. പക്ഷെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വിനാഗിരിക്ക് പകരം ആരും തേങ്ങാവെള്ളം ഒന്നും ചേർക്കത്തില്ല. മനസ്സിലായല്ലോ? മദ്യപാനികളോട് സംസാരിക്കുമ്പോൾ അവരോട് പറയേണ്ടത് എന്താണ്? യേശു കൊടുത്തത് മദ്യമല്ല, അത് മുന്തിരിച്ചാറാണ്. അല്ലെങ്കിൽ ആ വെള്ളത്തെ വൈനാക്കി കർത്താവ് കൊടുത്തത്. പള്ളികളിൽ കൊടുക്കുന്നത് ഓസ്തിയും വീഞ്ഞും കൂടെ എടുക്കുമ്പോൾ അത് മദ്യത്തിൽ മുഖ്യമല്ല അത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ വിശദീകരണം വേണ്ടി വന്നാലാണ് നമ്മൾ പറയേണ്ടത്, തേങ്ങാവെള്ളം ഒരാഴ്ച കഴിഞ്ഞാൽ അതെന്താവും? കള്ളാവും. 2 ആഴ്ച കഴിഞ്ഞാൽ അത് വിനാഗിരിയാവും. പക്ഷേ അച്ചാറുണ്ടാക്കുമ്പോൾ വിനാഗിരിക്ക് പകരം ആരും എന്ത് ചേർക്കാറില്ല? തേങ്ങാവെള്ളം ചേർക്കാറില്ല. അല്പം സേവിക്കാമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചില മദ്യപാനികൾ പറഞ്ഞിട്ടുണ്ട്. മുന്തിരിച്ചാറ് കഴിക്കാം, അതിൻ്റെ പേരിൽ മദ്യം കഴിക്കാനല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ചില പറയും ബൈബിൾ കെട്ടുകഥയാണ്. ഉത്തരം, പാപത്തെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ തോന്നും. ഇതൊക്കെ ശരിയാണ് എന്ന് മനസ്സിലാകുന്ന ഒരു കാലം പിന്നീട് വരും. വോൾട്ടയർ ജീവകാലത്ത് ബൈബിൾ ഒരെണ്ണം പോലും ഇല്ലാതെ ചുട്ടുകളയുമെന്ന് പറഞ്ഞ ഒരു സന്ദേശം ഉണ്ട്. എന്നാൽ പിൽക്കാലത്ത് ജനീവ ബൈബിൾ സൊസൈറ്റി അത് വിലയ്ക്ക് വാങ്ങി കോടിക്കണക്കിന് ബൈബിൾ പ്രിന്റ് ചെയ്ത് വെക്കുന്ന സ്ഥലമായി തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. തൻ്റെ മരണക്കിടക്കയിൽ തൻ്റെ മകനോട് പറഞ്ഞത്, ഐ വാണ്ട് എ ബുക്ക് എന്ന് പറഞ്ഞു. അപ്പം മകൻ ചോദിച്ചു, ഏത് ബുക്കാണ് നിനക്ക് ആവശ്യം? അദ്ദേഹം പറഞ്ഞ, ഐ വാണ്ട് ബൈബിൾ, എനിക്ക് വേദപുസ്തകം വേണമെന്നാണ്. അതുകൊണ്ട് സൗരങ്ങളെ, എതിർക്കുന്ന സകലത്തെയും സ്വാധീനിപ്പാൻ ശക്തിയുള്ള സ്ഫോടകമായ ആത്മകമായ ഒരു ജീവസൃഷ്ടിയാണ് ബൈബിൾ എന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി പറഞ്ഞത്, ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണ്. അതുപോലെ പല ആളുകളും ദൈവവചനത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദൻ പറഞ്ഞു, എൻ്റെ കാലത്താണ് ക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ആ പാവന പാദങ്ങൾ കഴുകുമായിരുന്നു എന്നാണ്. അവിടെ കർത്താവിനെ മനസ്സിലാക്കാൻ എല്ലാവർക്കും ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ കർത്താവ് അവസരം നൽകും എന്നുള്ളതിനും സംശയമില്ല. ചില ചോദിക്കുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ മദ്യത്തിന് അടിമയാകാനല്ല, കർത്താവിന് അടിമയാകാനാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ അവരോട് പ്രസ്താവിക്കുന്നു. ചില പറയാറുണ്ട്, ഞാൻ വളരെ കാലമായി ശവത്തെ
ഓക്കെ, പ്രൈസ് ലോർഡ്. പല കാലമായിട്ട് കുടിക്കുന്നു, ഇനി അത് മാറ്റാനായിട്ട് സാധ്യമല്ല. പ്രൈസ് ലോർഡ്. പക്ഷെ നമ്മൾ അവരോട് പറയേണ്ടത്, കർത്താവിന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയും. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനല്ലയോ ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്ന് നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. 3-ാമത്തെ അധ്യായം അതിന്റെ 8-ാം വാക്യം ഒരാൾക്കൊന്ന് വായിക്കാം. 1 John chapter 3 verse 8. ഓക്കെ, ലൈസ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്തുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നോക്കുക, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ചിലർ പറയാറുണ്ട്, അതെ, മരുന്നും ധ്യാനങ്ങളും ഒക്കെ ധാരാളം കഴിച്ചതാണ്, പക്ഷേ മാറിയിട്ടില്ല. അവരോട് ഉത്തരം നൽകേണ്ടത്, ഭാഗികമായ കർമ്മങ്ങൾ കൊണ്ട് ഇവ മാറില്ല. പാമ്പിന്റെ പുറന്തൊലി പലപ്പോഴും ഇളകും, പക്ഷെ അതിന്റെ വിഷമൊന്നും ഇളകത്തില്ല. സ്തോത്രം. പുറമേയുള്ള മാറ്റങ്ങൾ കൊണ്ട് വിടുതൽ പൂർണ്ണമാകുകയില്ല. നിങ്ങൾ ആഴമായ കുറ്റബോധത്തോട് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഉപേക്ഷിക്കുകയും മേലാൽ അതിൽ വീഴാതിരിപ്പാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയും ചെയ്താൽ കർത്താവ് നിങ്ങളെ അതിൽ നിന്ന് സ്വതന്ത്രരാക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പീൻ, പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങി പോകരുത്. ചില ആളുകള് സാറ്റർഡേയിലാണ് യഹൂദന്മാരായ ആളുകൾ കൂടുന്നത്. എന്നാൽ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ന് പറയുന്നത് വിശുദ്ധ ഞായറാഴ്ചയായിട്ട് നമ്മളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് ദിവസങ്ങളോ അതിനുള്ള പ്രത്യേക കാലങ്ങളോ സമയങ്ങളോ ഒന്നും അതിനും പ്രത്യേകതയില്ല. സഹോദരങ്ങളെ, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഏത് സമയത്ത് കൂടണം, എപ്പോൾ കൂടണം, ഇതൊക്കെ മാനുഷ്യമായിട്ട് നമ്മളല്ല തീരുമാനിക്കുന്നത്. നമുക്കറിയാം, അറബ് കൺട്രീസിൽ, സൗദി അറേബ്യയിൽ അവര് ഫ്രൈഡേയിലാണ് ഓഫ്. അവിടെ ആ സമയത്താണ് അവര് സഭായം കൂടുന്നത്. സഭ എവിടെ കൂടുന്നു അത് സഭയുടെ യോഗമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ദിവസങ്ങളെ ആചരിക്കുന്നവൻ കർത്താവിനായി ആചരിക്കുന്നു എന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ നിത്യജീവന് ആധാരമല്ലാത്തതായ വിഷയങ്ങൾ തർക്കിക്കാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ, സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കലഹത്തിന് മുമ്പേ തർക്കം നിർത്തിക്കളക എന്നാണ് എഴുതിയിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ എവിടെ ഒരു വാക്യത്തിലുണ്ട്, റെഫറൻസ് എനിക്ക് ഓർമ്മ വരുന്നില്ല. അവിടെ പൗലോസ് പറയുന്നുണ്ട്, തർക്കിക്കാൻ ഞങ്ങൾ ഇല്ല. തർക്കിക്കാനുള്ളത് ദൈവസഭയുടെ മര്യാദയുമല്ല. പക്ഷെ ഒരാള് കാര്യം മനസ്സിലാക്കാൻ ആഗ്രഹിച്ചു വന്നാൽ നിങ്ങൾ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ അവരുടെ തിരുവെഴുത്ത് തെളിയിച്ചു കൊടുക്കണം എന്നുള്ള കാര്യവും ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ ദൈവം സന്ദർശിക്കുമ്പോൾ ഏതു വിധത്തിൽ അവരെ ദൈവം രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് നമുക്കറിയാത്തത് കൊണ്ട് വളരെ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടി തന്നെ വേണം നമ്മൾ അവിടെ രക്ഷാ ദിവസത്തിനായി കാത്തിരിക്കാൻ. കർത്താവിനെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെ വിളിക്കാനോ ഒരു മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ അവരുടെ ഭവനം സന്ദർശിക്കാനോ അല്ലെങ്കിൽ അവരെ കണ്ടുമുട്ടാനോ ഒക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിച്ചെന്ന് വരും. ഓർത്തിരിക്കുക, ദൈവം കണ്ടവരെ ദൈവത്തിന്റെ സമയത്ത് കണ്ടെത്തേണ്ടതിന് നാം തയ്യാറായിക്കൊള്ളണം. അതിന് ഏതു വിധത്തിലുള്ള മുഖാന്തരമാണ് പരിശുദ്ധാത്മാവ് ഒരുക്കുന്നത് എന്ന് നമുക്കറിയായികയാൽ ആ ദിവസത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം ദൈവത്തിനെ തലവണക്കാം. പ്രൈസ് ഗോഡ്. സന്തോഷ് മാത്യു ശരിക്കും പ്രാർത്ഥിക്കാം. അതുപോലെ ഫീവേഴ്സിൽ സിസ്റ്റർ സുബ പ്രാർത്ഥിക്കാം, സിസ്റ്റർ സൂസനും പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ഈ ക്ലാസ് എന്നതുകൊണ്ട് ഈ വിഷയം ഇവിടെ സമാപിക്കുന്നു. പ്രായോഗിക സുവിശേഷീകരണത്തെക്കുറിച്ചും പേഴ്സണൽ ഇവാഞ്ചലിസത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഈ 19 സെഷനിലായിട്ട് നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. ആവർത്തിച്ച് ഈ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കാനായിട്ട് സമയം കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. സെമിനാരിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ സെമിനാരിയുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സബ്ജക്റ്റ് കഴിഞ്ഞെങ്കിൽ ആ വിവരം എന്നെ അറിയിച്ചാൽ
അടുത്ത സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കർത്താവ് ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. I will invite to pray, please. Amen. സ്തോത്രം സ്തോത്രം സ്തോത്രം. വളകൂടാ ഞങ്ങളെ സ്നേഹിക്കുന്നതിനായ കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾക്ക് അല്പനേരം നിന്റെ സന്നിധിയിൽ ഇരിപ്പാനും നിന്റെ വചനം കേൾക്കുവാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭയത്തെ എടുത്തു മാറ്റുന്ന വചനം ഞങ്ങൾക്ക് ഇന്ന് തന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഏത് കാര്യത്തിനും കൂടെ പോരുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വസിപ്പാനും ഞങ്ങളെ ധൈര്യപ്പെടുത്തുവാനും തന്ന വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ആക്കുന്ന നിയോഗം അനുസരിച്ച് പോകേണ്ട സ്ഥലത്ത് പോകുവാനും ആ പോകുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ധൈര്യം തരുന്നതും ബലം തരുന്നതുമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വചനം കയറുവാനും തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുമെന്നുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പാനും ഇത് സഹായിച്ചു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്നതും ഇത് വീണ്ടും കേൾക്കുന്നവർക്കുമെല്ലാം ഇത് അനുഗ്രഹവുമായ മിഷൻ പ്രവർത്തനത്തിനായിട്ട് പ്രയോജനമായി തീരുവാനും കർത്താവ് സഹായിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്ന് കടന്നു വന്നിരിക്കുമ്പോൾ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് കടന്നു വന്നവരുണ്ട്. എന്നാൽ ഈ വചനം ഞങ്ങളെ ബലപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങൾ അറിയുന്നു, ഇന്ന് ഞങ്ങൾക്ക് ഒരു രോഗസൗഖ്യം തരേണ്ടവർക്ക് രോഗസൗഖ്യം തരും, ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ മേൽ നീ തൊടും എല്ലാം ഞങ്ങൾ അറിയുന്നു. കാരണം ഞങ്ങൾ കേട്ടല്ലോ, ധൈര്യമായിട്ടിരിക്കുക, ബലപ്പെട്ടിരിക്കുക, അവൻ തക്ക സമയത്ത് വചനം നാവിൽ മേൽ തരുമെന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ കേട്ടല്ലോ. അതെല്ലാം ഞങ്ങൾക്ക് തക്ക സമയത്ത് ബലം തരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്നവർക്ക് എല്ലാം അനുഗ്രഹമായി തീരുന്ന ഈ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകമായിട്ട് പാസ്റ്ററിനെയും ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം, നടത്തുന്ന വേലകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ജനത്തെയും നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ മേലെല്ലാം നീ തൊടണം, സൗഖ്യത്തെ കൊടുക്കണം, വേണ്ടുന്ന ആവശ്യങ്ങൾക്ക് മേൽ തൊടണം. ഞങ്ങൾക്ക് മുന്നോട്ട് ബലപ്പെട്ടു പോകുവാൻ ഈ വചനം ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മാനസാന്തരം എന്തുവെന്നും വീണ്ടും ജന്മമെന്നും എല്ലാം നിങ്ങൾ ഒത്തിരി വിഷയങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് പല ഉത്തരങ്ങളും തരുന്ന ഈ സെഷനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെ എല്ലാം അഴിപ്പിച്ച് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ ദിവസങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം കിട്ടാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ, മനസ്സാന്തരമില്ലാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ, ഞങ്ങളുടെ കണ്ണിന്മേലാണേലും ഞങ്ങളുടെ ചെവിയുടെ മേലാണേലും ഞങ്ങളുടെ സംസാരത്തിന്മേലാണെങ്കിലും അതിനെല്ലാം ഇന്ന് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ദിവസമാക്കി മാറ്റുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. Thank you, Jesus. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കൂടി വരുവാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുന്ന ദൈവമേ. ഞങ്ങൾ കേട്ട വചനങ്ങളെല്ലാം കർത്താവേ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുവാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കേട്ടതെല്ലാം 30, 60, 100 മേനിയായിട്ട് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന വേല കർത്താവെ അങ്ങയുടെ ഇഷ്ടപ്രകാരം ചെയ്യുവാൻ തക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ വചനം ഞങ്ങൾ അങ്ങിലും വസിക്കുമ്പോൾ കർത്താവെ ഞങ്ങളിലൂടെ കർത്താവെ വസിച്ചിട്ട് കർത്താവെ അധികം ഫലം കായ്ക്കുവാൻ തക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ അങ്ങനെയുള്ള ഒരു വേല ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെ കുറിച്ചും കണ്ടിരിക്കിയാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തക്ക സമയത്ത് അങ്ങ് വാതിലുകൾ എത്രയൊക്കെയും തക്ക സ്ഥലത്തേക്ക് ഞങ്ങളെ അയക്കുകയും കർത്താവെ ഞങ്ങളുടെ വാതിലിൽ കർത്താവെ അങ്ങയുടെ വചനത്തെ തരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവ് ഓരോരുത്തരോട് ഇടപെടുവാനും കേട്ട വചനം കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനും ഒക്കെയും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം സംസാരിച്ച് അങ്ങയുടെ ദാസൻ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങൾക്ക് ഓരോ ദിവസവും കർത്താവെ വചനം കർത്താവെ ഭക്ഷണം പോലെ വിളമ്പിത്തരുന്നതിനായിട്ട് സ്തുതിക്കുന്ന ദൈവമേ. ദൈവാത്മാവിന്റെ വലിയ സാന്നിധ്യത്താൽ നിറച്ചിരിക്കാനും കർത്താവെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കാനും ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു കർത്താവെ. ഈ കേട്ട വചനം കർത്താവെ ഞങ്ങൾക്ക് ഓരോ ദിവസവും കർത്താവെ ഞങ്ങളെ നടത്തുന്നത് മാത്രമല്ല അനേകരിലേക്ക് പകരപ്പെടുന്നതുമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരും കർത്താവെ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങയുടെ കൃപയിൽ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഞങ്ങൾ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഓരോരുത്തരിലേക്കും ഈ വചനം എത്തേണ്ടുന്ന രീതിയിൽ എത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനോശ്വനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ഗോഡ്. എല്ലാവരും ചേർന്ന് ആശീർവാദം പറഞ്ഞാട്ടെ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്താട്ടെ. എല്ലാവരും ചേർത്ത് ദൈവം പിടിക്കാനും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ആശീർവാദം.
ദൈവത്തിന്റെ ആത്മാവിന്റെ കൂട്ടായ്മയും കൂട്ടായ്മയും എല്ലാവരോടും കൂടെ ആമേൻ. Amen. God bless you. Simi, practical ministry pending on the. Okay, Pastor. Yeah, അതിന് ഒരു ടൈം അറിയിക്കണേ. അറിയിക്കാം. ഞാൻ ഫസ്റ്റ് ടെക്സ്റ്റ് ചെയ്തോളാം. ഡേവിഡിനോടും ഡാനിയലിനോടും കൂടെ പറയണേ. Okay, Pastor. God bless you, everyone. See Thank you you so in the much. evening. God bless you. Thank you, Pastor. God bless you. Amen. വെള്ളിയാഴ്ച ദിവസം നമ്മൾ നമ്മുടെ സെമിനാരി സ്റ്റുഡൻസിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. കഴിവതും നിങ്ങൾ ഫാസ്റ്റിങ്ങോടുകൂടി സമയമുള്ളവരെല്ലാം നിങ്ങൾ അതിൽ പങ്കെടുക്കുക. കുഞ്ഞുങ്ങളുടെ പേര് സിമി പിന്നെ നമ്പർ ഒന്ന് പറഞ്ഞേരെ. ഇമാമയുടെയും എൽസയുടെയും നമ്പർ ഒന്ന് കേട്ടാൽ അവരെ നോട്ട് ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലിസ്റ്റ് ഒന്ന് സിമി നിങ്ങളുടെ 2 ഫാമിലിയുടെയും പേര് ഒന്ന് പറഞ്ഞ എൽസ ഒന്ന് നോട്ട് ചെയ്യണം. ഞാൻ പറയട്ടെ പാസ്റ്ററെ? യെസ്. ഇത് ഇനിയിപ്പോ അവിടുത്തെ ഗൾഫിലെ നമ്പർ പറഞ്ഞാ പോരെ? 05076343335. 05076343335. കോഡ് നമ്പർ ഇടുന്നത് 0971 ആണ്. 09715076343335. എൽസ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേരെ. അപ്പൊ സിമിക്ക് അത് കാണാൻ പറ്റും. വിദ്യാർത്ഥികളൊന്ന് നോട്ട് ചെയ്യുക. ഈ നമ്പർ നമ്മുടെ ആനി ബോബൻ അവർ രണ്ടുപേരുടെയും കയ്യിൽ ആ ലിസ്റ്റ് കാണും. സ്പെഷ്യലി മാർഗം തിരിച്ചും അത് പ്രാർത്ഥനയിൽ വെക്കാനിടയായി. എൽസയുടെ നമ്പർ +447841308554. ഓക്കെ, ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ച് നമ്മുടെ സെമിനാരി സ്റ്റുഡൻസ് എല്ലാവരും നിങ്ങളുടെ പേരും ജീവിത പങ്കാളിയുടെ പേരും കുഞ്ഞുങ്ങളുടെ പേരും അവരുടെ ഏജും ബ്രാക്കറ്റിൽ കുഞ്ഞുങ്ങളുടെ ഏജും കൂടെ ഇട്ടാൽ ആ സെക്ഷൻ തിരിച്ച് നമുക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. നോട്ട് ചെയ്തോ സിമി? ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തോളാം അത്. താങ്ക് യു വെരി മച്ച്. നമുക്ക് കർത്താവെന്ന് വെച്ചാൽ ഈവനിങ് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. സോറി, നമ്പർ ടൈപ്പ് ചെയ്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നേ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ കോപ്പി ചെയ്തേക്കാം. അപ്പൊ ഞാൻ ചെയ്തെടുത്തോളാം. അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്നുകൂടെ പറഞ്ഞാൽ മതി. എനിക്കത് കിട്ടിയില്ല. സോറി. +44 just a moment. +44 73 73 84 84 13 854. 854. ഞാൻ പറയട്ടെ. +44 738 413 854. സോറി, 44 7384130 ഓക്കെ. അതുപോലെ പ്രാർത്ഥനയിൽ സോറി. താങ്ക് യു. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്. മാർച്ച് 8-ാം തീയതി ചൊവ്വാണ്ടത്തെ ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് ഉണ്ട് IPCയുടെ. പകലും വൈകിട്ടും അവിടെ പാസ്റ്റേഴ്സ് ആൻഡ് ഫാമിലിക്ക് ക്ലാസ് എടുക്കണം. പ്രത്യേകത കൊടുത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ മാർച്ച് 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ദുബൈയിൽ ഒരു ചർച്ചിലെ മീറ്റിംഗ് ആണ്. അതിനായിട്ടും പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവെ അനുഗ്രഹിക്കട്ടെ. ഈവനിങ് നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. ഒന്നുകൂടെ പറഞ്ഞ ഡേറ്റ്? മാർച്ച് 10 to മാർച്ച് 10 മുതൽ 16 വരെ. 17-നോ 18-നോ തിരിച്ചു വരും. കാരണം 20th നമ്മുടെ ഗ്രാജുവേഷൻ ആണ് ഈ ബാച്ചിന്റെ ഈ പ്രാവശ്യത്തെ. സോ അത് പകലും മാത്രമേ മീറ്റിംഗ്, രാത്രിയിലെ മീറ്റിംഗ് ആണ് നമ്മൾ മെയിൻലി എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇവിടെ അർമേനിയക്ക് പോകാനും വേണ്ടിയും കൂടെ ആയിരുന്നു. പക്ഷെ അതിന് ടൈം കിട്ടത്തില്ല. അതിന് മുമ്പ് ഗ്രാജുവേഷന് തിരിച്ചെത്തേണ്ടതായിട്ടുള്ളതുകൊണ്ട് പിന്നെ ഏപ്രിൽ 10-ന് പിന്നെ അർമേനിയക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക ഡേറ്റ്
10 മുതൽ മിക്കവാറും 9th അവിടെ എത്താൻ സാധ്യതയുണ്ട്. ടിക്കറ്റ് ഞാൻ എടുത്തില്ല. ഇന്നെടുക്കും. ഓക്കെ, കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.